നമസ്കാരം. 301 ദിവസമാണ് ഇന്ന്. ഡൽഹിയിൽ ഭയങ്കര മഴ പെയ്തപ്പോൾ അവിടുത്തെ എയർപോർട്ടിൻ്റെ 2-3 പില്ലറുകൾ മറിഞ്ഞു വീണ് ഒരു ടാക്സി ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ ഒരാൾ മരണപ്പെട്ടു, ചിലർക്ക് പരിക്കു പറ്റി. ഏകദേശം 200 മില്ലിമീറ്ററിലധികം മഴ പെയ്തു ഒരു ദിവസം അവിടെ. കുംഭാരമേഘം എന്നൊക്കെ പറയുന്ന പുതിയ പ്രവണതയാണ് ക്ലൗഡ് ബേസ്റ്റിംഗ്. ഡൽഹിയിൽ ഇത് അപൂർവമാണ് ഇങ്ങനെ മഴ പെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീ ഭൂപേന്ദർ യാദവ്, അദ്ദേഹമാണ് എൻവയോൺമെൻറ്റ് മിനിസ്റ്റർ, അദ്ദേഹം ഉടനെ ഡൽഹി സർക്കാരിനെ കുറ്റപ്പെടുത്തി. ഡൽഹി സർക്കാർ പ്ലാസ്റ്റിക്, ഈ വെള്ളം ഒഴുകിപ്പോകേണ്ട സ്ഥലങ്ങളിലെല്ലാം പ്ലാസ്റ്റിക് കുന്നുകൂടിയിട്ടാണ് ഇത്രയധികം വെള്ളക്കെട്ടുണ്ടായത്. എൻവയോൺമെൻറ്റ് മിനിസ്ട്രി പറയുന്നതനുസരിച്ച് ഡൽഹി സർക്കാർ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. Delhi rain covers, Union Environment Minister blames plastic waste, slams local governments inaction. പ്രവർത്തിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ പ്രാദേശിക സർക്കാരുകൾ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അവരുടെയൊക്കെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഈ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്, നമ്മൾ തന്നെ ഡൽഹി ചീഫ് മിനിസ്റ്ററിന് ഒരു 3.5 മാസം മുമ്പ് 12/3/2024 ഒരു മെയിൽ അയച്ചു. ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് അല്ലെങ്കിൽ ലാൻഡ് ഫില്ല് നമ്മൾ മെത്തനോൾ കോണ്ടെക്സ്റ്റിലാണ് എഴുതിയത്. അവർ ഏകദേശം 4 ഏക്കറോ മറ്റോ സ്ഥലം എടുത്ത് അവിടെ ഒരു പുതിയ ലാൻഡ് ഫില്ല്, ഈ വേസ്റ്റ് എല്ലാം കൂടി കൊണ്ട് ഫില്ല് ചെയ്ത് ലീച്ചിങ് ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു പുതിയ പ്രോജക്റ്റ്, അതാണ് അവിടെ അനൗൺസ് ചെയ്തത്. ഡൽഹി ടു ഗെറ്റ് ഇറ്റ്സ് 4th ലാൻഡ് ഫിൽ അറ്റ് സൗത്ത് ഈസ്റ്റ് ഡൽഹീസ് ടെഖാണ്ട് ടുഡേ. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ 12/3/24 ഉദ്ഘാടനം ചെയ്യുമെന്നും വാർത്തയുണ്ടായിരുന്നു. ഈ വാർത്ത കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു സൊല്യൂഷനുണ്ട്, മെത്തനോളുണ്ട്, അതിനുവേണ്ടി ഈ ലാൻഡ് ഫില്ല് വെറുതെ പാഴാക്കി കളയരുത്, അതിനുവേണ്ടി കോടികൾ ചിലവാക്കാതെ ഈ മെത്തനോൾ ഉൽപ്പാദനത്തിലോട്ട് ഡൽഹി സർക്കാർ, ഡൽഹി ഗവൺമെൻറ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മെയിൽ അയച്ചത്. അന്ന് തന്നെ മറുപടി വന്നു. അത്രയെങ്കിലും ഭാഗ്യമുണ്ട്, അന്ന് തന്നെ മറുപടി വന്നു. എനിക്ക് തോന്നുന്നത് സെയിലിംഗ് കമൻട്രിയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാണ് ഒരു ഓർമ്മ. This email received at CM's official email ID is being forwarded for your kind perusal and appropriate necessary action at your end. P.K. Gupta, CMO, ഡൽഹി. ചീഫ് മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത്, ചീഫ് മിനിസ്റ്ററിൻ്റെ സുഹൃത്ത് ഗോപാൽ റായ് എന്ന് പറയുന്ന ഒരു മിനിസ്റ്ററിനാണ് ഇത് അയച്ചു കൊടുത്തത്. നെസസറി ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. 3.5 മാസം കഴിഞ്ഞിട്ടും ഒരു ആക്ഷനും ഉണ്ടായില്ല. കാരണം അവരുടെയൊക്കെ അവസ്ഥ ഇപ്പോൾ അറിയാമല്ലോ, ഡൽഹിയിൽ ഭരണം തന്നെ ഉണ്ടോ എന്നറിയില്ല. എന്തായാലും ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര എൻവയോൺമെൻറ്റ് മിനിസ്റ്റർ, പരിസ്ഥിതി മന്ത്രി ഡൽഹി സർക്കാരിനെ കുറ്റപ്പെടുത്തിയത്. ഈ പരസ്പരം കുറ്റപ്പെടുത്തലും, അതിനിടയ്ക്ക് പാവപ്പെട്ട മനുഷ്യർ ഈ ഫ്ലഡിൽ ഭീകരമായ വിധത്തിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നു, മരണപ്പെടുന്നു. ഈ സമയത്ത് പരസ്പര ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനപ്പുറം കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ ആരുമില്ല എന്നുള്ളതാണ് ഈ തർക്കങ്ങളും ഈ വെള്ളപ്പൊക്കമൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. ഏകദേശം ഡൽഹിയിൽ നിന്ന് 6000 കിലോമീറ്റർ അകലെ ഇതിൻ്റെ ഒരു പരിഹാരം മറ്റൊരു രാജ്യം കാണിച്ചു കൊടുക്കുന്നുണ്ട്. 6000 കിലോമീറ്റർ അകലെയുള്ള കഥ പലപ്പോഴും സെയിലിംഗ് കമൻട്രി റിപ്പോർട്ട് ചെയ്ത അതേ വിഷയമാണ്. പക്ഷേ അവർ കൺസിസ്റ്റൻ്റായിട്ട് പെർസിവറൻസ് ആൻഡ് ഡിലിജൻസ് എന്ന് പറയും. ഒരു കാര്യത്തിന് വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ചൈനയുടെ, അവരുടെ ഒരു അജണ്ടയാണ്. അപ്പോൾ 6000 കിലോമീറ്റർ അകലെ എന്ന് പറയുന്നത് മംഗോളിയ, നമുക്കറിയാമല്ലോ, നമ്മൾ കേട്ടിട്ടുള്ള മംഗോളിയ എന്ന് പറയുന്ന പ്രദേശത്തിനടുത്താണ്. 3 കമ്പനികൾ ഒരുമിച്ച് ചേർന്ന് മെത്തനോൾ ഉൽപ്പാദനം നടത്തുകയാണ്. ഗ്രീൻ മെത്തനോളാണ്. അപ്പോൾ അറിയാമല്ലോ എന്തോന്നാണ് റിസോഴ്സ് എന്ന്. നമ്മുടെ ഇവിടെ ഡൽഹിയിൽ ഇത് മുഴുവൻ പാഴാക്കി കളയുമ്പോൾ ചൈന ഈ റിസോഴ്സ് ഉപയോഗപ്പെടുത്തി ഒരു വലിയ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ചൈന മറൈൻ ബങ്കർ, 3 കമ്പനികളിൽ ഒരെണ്ണം ചൈന മറൈൻ ബങ്കർ. അപ്പോൾ മറൈൻ ബങ്കർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. കോസ്കോ ഷിപ്പിംഗ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ആൻഡ് CGN ന്യൂ എനർജി ഹോൾഡിംഗ്, 3 കമ്പനികൾ ഇവരാണ്. ആർ കമ്മിങ് ടുഗദർ ടു ഡെവലപ്പ് ഗ്രീൻ മെത്തനോൾ പ്രൊജക്ട്സ്. മനസ്സിലാവുന്നുണ്ടല്ലോ, നമ്മളിവിടെ ഈ ഇതൊക്കെ കിടന്ന് ഈ ചലമ്പി നമ്മുടെ വായിൽ വെള്ളം വറ്റുന്നതല്ലാതെ ഇവിടെ ഒരു അനക്കവും ഉണ്ടാകുന്നില്ല. മറുവശത്ത് മറ്റ് രാജ്യങ്ങൾ, അവിടെ ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ടാണോ ഇതൊക്കെ നടക്കുന്നത്? ഗവൺമെൻറ് അറിഞ്ഞങ്ങ് തീരുമാനിക്കുകയാണ്. അവരെല്ലാ മേഖലയും ഉപയോഗപ്പെടുത്തുന്നത് പോലെ ഏറ്റവും പുതിയ ഒരു ഈ റിപ്പോർട്ടിൻ്റെ അവസാനമുണ്ട്, എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നതെന്നുള്ളതിനൊക്കെ തെളിവുണ്ട്. നമുക്കിവിടെ ഇതൊന്നും അറിയുന്ന പോലുമില്ല.
ലോകം എങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് പോലും നമ്മളറിയാതെ നമ്മൾ പരസ്പരം തെറി പറഞ്ഞ് കുറ്റപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. The three parties have entered into strategic cooperation agreement to develop green methanol production and sales integration project at Bayern Left Banner, Chifeng City, Inner Mongolia. മംഗോളിയ എന്ന് നമ്മൾ വളരെ അധികം കേട്ടിട്ടുണ്ടാവാം. ആ പ്രദേശത്താണ് ഇങ്ങനെ ഒരു പുതിയ പ്രോജക്റ്റ് അവർ ആരംഭിക്കുന്നത്. വിച്ച് വിൽ ബി ഏബിൾ ടു പ്രൊഡ്യൂസ് 2 lakh tons മെത്തനോൾ പെർ ഇയർ. ഒരു വർഷം 2 ലക്ഷം ടണ്ണാണ് ഈ 3 കമ്പനികൾ കൂടി ചേർന്ന് ഉൽപ്പാദനം നടത്താൻ പോകുന്നത്. ചിഫങ് സിറ്റി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നമ്മൾ കേട്ടിട്ടില്ല. ബെയ്ജിങ്ങിൻ്റെയൊക്കെ മുകളിലായിട്ട് വരുന്ന ഒരു പ്രദേശമാണ് ചിഫങ് സിറ്റി. ഇന്ത്യയുമായിട്ട് ഡൽഹിയുമായിട്ടുള്ള ദൂരം ഏകദേശം 5000 കിലോമീറ്റർ 6000 കിലോമീറ്ററാണ്. അപ്പോൾ അവിടെ ഇതൊക്കെ നടക്കുമെങ്കിൽ നമ്മുടെ തലസ്ഥാനത്ത് പോലും ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളിത് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചിട്ടാണ് അവസ്ഥ, എന്നിട്ട് പോലും സംഭവിക്കുന്നില്ല. ഇനി എന്താണ് ഈ 3 കമ്പനികളുടെ ഉത്തരവാദിത്വം എന്ന് കൂടി നോക്കാം. CGN ന്യൂ എനർജി ഹോൾഡിംഗ് വിൽ ബി എൻഗേജ്ഡ് ഇൻ മെത്തനോൾ പ്രൊഡക്ഷൻ. അവരുടെ ദൗത്യം മെത്തനോൾ ഉൽപ്പാദിപ്പിക്കൽ മാത്രമാണ്. CGN ന്യൂ എനർജി. ചൈന മറൈൻ ബങ്കർ വിൽ ഇൻ ചാർജ് ഓഫ് സെയിൽസ് ഫോർ ഓഷ്യൻ ഗോയിങ് വെസൽ ഫ്യൂവൽ സപ്ലൈ. ഇതിൻ്റെ വിപണനത്തിൻ്റെ ചുമതല എന്ന് പറയുന്നത് ചൈന മറൈൻ ബങ്കർ എന്ന് പറയുന്ന കമ്പനിക്കാണ്. മാർക്കറ്റ് ചെയ്യണം. ലോകം മുഴുവൻ ആർക്കാണ് ആവശ്യം എന്നെല്ലാം കണ്ടുപിടിച്ച് അവർക്കെല്ലാം ഇത് വിപണനം നടത്തുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം. ആൻഡ് കോസ്കോ ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് വെയർ ഹൗസിംഗ് ഓഫ് ഗ്രീൻ മെത്തനോൾ. ഒന്നാമത്തെ കമ്പനി ഇത് കൊണ്ട് കൊടുക്കുന്ന ജോലിയാണ്. ഇത് വെയർ ഹൗസിൽ സൂക്ഷിച്ചു വയ്ക്കുക, ആവശ്യമുള്ളവർക്ക് കൊടുക്കുക, കൊണ്ടെത്തിച്ചു കൊടുക്കുക. അതിനവർക്ക് കപ്പലുണ്ട്. അതൊക്കെ അപ്പോൾ എന്ത് കൃത്യമായിട്ടാണ് 3 കമ്പനികൾ ഒരുമിച്ച് ചേരുമ്പോൾ അവരേറ്റെടുത്തിരിക്കുന്ന ദൗത്യവും കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വെറുതെ ഒരു കമ്പനി തുടങ്ങി നമ്മുടെ പൊതുമേഖല തട്ടിപ്പ് പോലെയൊന്നുമല്ല. അവർ കൃത്യം റെസ്പോൺസിബിലിറ്റിയും ഫിക്സ് ചെയ്ത് അക്കൗണ്ടബിലിറ്റിയും ഒക്കെ ഫിക്സ് ചെയ്ത് വാർഷിക കണക്കെടുപ്പ് അവർ നടത്തും. കോസ്കോ ഷിപ്പിംഗ് ഹാസ് 12 അൾട്രാ ലാർജ് മെത്തനോൾ ഡ്യുവൽ ഫ്യൂവൽ കണ്ടെയ്നർ ഷിപ്സ് ഓൺ ഓർഡർ. അവർ 12 കപ്പലുകൾ അൾട്രാ മോഡേൺ കണ്ടെയ്നർ വെസലുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കോസ്കോ. ആൻഡ് ഈസ് കൺവേർട്ടിംഗ് അനദർ 4 വെസൽസ്. നിലവിലുള്ള 4 അവർ മെത്തനോളിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. വെൽ മെത്തനോൾ ഹാസ് ബിക്കം ദി ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ ഓഫ് ചോയ്സ് ഫോർ കണ്ടെയ്നർ ഷിപ്പിംഗ്, ദർ ആർ കൺസേൺസ് ഓവർ ദ പ്രൊഡക്ഷൻ ആൻഡ് അവൈലബിലിറ്റി ഓഫ് ഗ്രീൻ മെത്തനോൾ. തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഈ 3 കമ്പനികൾ ഒരുമിച്ച് ചേരുന്നതെന്ന്. അവർക്ക് ആശങ്കയുണ്ട്. ഇത്രയധികം കപ്പലുകൾ കടലിൽ ഇറങ്ങുമ്പോൾ അവർക്കൊക്കെ മെത്തനോൾ കൊടുക്കാൻ പറ്റുമോ? ആ ആശങ്കയിൽ നിന്നാണ് 3 കമ്പനികൾ ചൈന മറൈൻ ബങ്കർ, കോസ്കോ ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ആൻഡ് CGN ന്യൂ എനർജി ഹോൾഡിംഗ് 3 പേരും ഒരുമിക്കാനും ഉൽപ്പാദനം നടത്താനും വിതരണം ചെയ്യാനും തീരുമാനിച്ചത്. ഇത് ഏകദേശം 500 കിലോമീറ്റർ ഉള്ളിലാണ് ഈ മംഗോളിയയിലെ ചിഫങ് സിറ്റി. അവിടെ നിന്ന് 500 കിലോമീറ്റർ ഇപ്പുറത്താണ് ടിയാൻജിൻ എന്ന് പറയുന്ന പോർട്ട്. അത്രയും ദൂരം നമ്മുടെ കോഴിക്കോട് തിരുവനന്തപുരം ദൂരത്ത് ഉൽപ്പാദിപ്പിച്ച് മെത്തനോൾ ഇവിടെ കൊണ്ടുവരണം. ഒന്നുകിൽ ട്രക്കിൽ കൊണ്ടുവരും, അല്ലെങ്കിൽ ട്രെയിനിൽ കൊണ്ടുവരും, അല്ലെങ്കിൽ പൈപ്പ് ലൈൻ ഇട്ട് അവർ കൊണ്ടുവരും. അപ്പോൾ ഇത്ര അകലെ നിന്ന് പോലും ഇതൊക്കെ ചെയ്യാം. നമുക്കും കാസർഗോഡെന്നും കോഴിക്കോടെന്നും വേണമെങ്കിൽ കൊണ്ടുവരാം. ഇത്രയും ഇച്ഛാശക്തി വേണം, ഇത്രയും താല്പര്യം വേണം, കാര്യങ്ങൾ നടത്തണമെന്നുള്ള തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിലേ ഇതൊക്കെ നടക്കുകയുള്ളൂ. അല്ലാതെ മഴ പെയ്യുമ്പോൾ മാത്രം നാട്ടിലെ വേസ്റ്റിനെ കുറിച്ചും വേസ്റ്റ് പ്ലാസ്റ്റിക് വെള്ളം തടസ്സപ്പെടുത്തുന്നു എന്ന് ചിന്തിച്ചാൽ ഇത്തരം പരിഹാര മാർഗങ്ങൾ വരില്ല. എന്നാൽ തന്നെയും കേന്ദ്ര എൻവയോൺമെൻറ്റ് മന്ത്രാലയത്തിന് ഡൽഹി മുഖ്യമന്ത്രിക്ക് അയച്ച ഇമെയിൽ ഉൾപ്പെടെ അവരുടെ മറുപടി ഉൾപ്പെടെ അയച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. സൈനിങ് ഓഫ് എലിയസ് ജോൺ.